ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗഭേടക തതേ അവന്ന് തതേ താമമ്യ. കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് കോർപ്പറേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. യറോവാമകാവ് വധേവനുവധേവഹ് യവധപൻ യലൻ യറവ. ഈ അവലോകനം ജൂൺ 16, 2025 വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുദാമപേന കമ്പനി തറവാവതക വധയപമഹഭേവശമ ഉപവിഭാഗത്തിൽപ്പെടുന്നു. തതോധോണ ഹതതത താരതമ്യത്തിൽ 30 ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു. ഇത് തികച്ചും പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡറുകളുടെ തീരുമാനങ്ങൾ നോക്കും. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10.9.5 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 0.4 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക. കമ്പനിയുടെ 9.5 റേറ്റിംഗിനെതിരെ തഹവാൽകവബ് വധയബന്ധവിവശ. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. അഭവാകവബ് വധയബന്ധഭേവധം ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. തവവാളതവബ് വധയബന്ധഭേവജമ മൈനസിന്റെ മാറ്റം കാണിച്ചു 31.7%. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ 67.5%. കമ്പനിയുടെ വിപണി മൂലധനം ജവവാകവത് വധയബന്ധഭേവഹമ 0.44 ബില്യൺ ഡോളറാണ്. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $256 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം 0.9 ബില്യൺ ഡോളറാണ്. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $37 ബില്യൺ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ടെറവാടകവത് വധയബന്ധഭേവജം വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 0.17%. പുസ്തക മൂല്യം 2.442%. ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് 0.036 ബില്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 4%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ വിപണി വില ലാഭ അനുപാതം 3.7 ആണ്. 338.8 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ നല്ലത് 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $117 മില്യൺ. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം $2178 മില്യൺ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 5.7 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക. നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $340 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $660 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിൽപ്പന മാർജിൻ 34.8%. ഉപവിഭാഗത്തിൽ ശരാശരി 1.7%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0.095%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 79% കുറവാണ്.
കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $5,885,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $3,292,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ 0 പോയിന്റുകൾ. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം $587,800,000 ഉപവിഭാഗത്തിൽ ശരാശരി $9,700. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് $4,554,000. ഉപവിഭാഗം $576,000. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും സ്കോർ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 0.2% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 2.9%. സൂചകം -14 കമ്പനിക്ക് 37% നിലവാരം കാണിക്കുന്നു. തറവാടകഥ വധയബ്ദപേവശം. ഉപവിഭാഗത്തിന് നധവ ലെവൽ 14 ഏകദേശം 63%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $8 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $19.76 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഈ സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവര സംവിധാനത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുനമണമയോ. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തെ അടിസ്ഥാനമാക്കി തറവാടകഥ വധയബന്ധപേവശം. മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടമപയ ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. $8.79 എന്ന വിലയിൽ വർധനവിന് ഒരു വ്യാപാരം തുറക്കുക. കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 12.06 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 5.52 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ജൂലൈ 16 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ സ്ഥിരമാകും. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ നമന ആലപ പദ്ധത വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡറായി മാറും. ബാലൻസിംഗ് ഡീലിനെ കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. മറ്റൊരു ഓർഡർ അവസാന വിലയിൽ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഗുരുതധനമയ.